ഹായ് കൂട്ടുകാരെ, ഞാനൊരു കുക്കിംഗ് വ്ളോഗ് തുടങ്ങുകയാണ്. ആദ്യം അടുപ്പ് കത്തിക്കാം. അതായത് ഞാൻ കുക്കിംഗ് തുടങ്ങുന്നത് പനീർ ബട്ടർ മസാലയാണ്. അത് ഞാൻ ചെയ്യാൻ പോവുകയാണ് എൻ്റേതായിട്ടുള്ള രീതിയിൽ. അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം ബട്ടർ ഇടുക. അപ്പോൾ ഞാൻ ഒരു ബട്ടർ ഇടുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് റിഫൈൻ ഓയിലും കൂടെ ഇടുമ്പോൾ അത് നന്നായിട്ട്, കുറച്ച് റിഫൈൻ ഓയിലും രണ്ടും കൂടെ ആകുമ്പോൾ നന്നായിട്ടിരിക്കും. ഒന്ന് ചൂടായിക്കോട്ടെ. അത് ഇപ്പോൾ ഉരുകിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ട സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം നമ്മൾ ഇടും. നമ്മളെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതല്ലേ, നമ്മൾ ഈ വെള്ളത്തിൽ ആയതുകൊണ്ട് ചിലപ്പം പൊട്ടിത്തെറിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉള്ളി എടുത്ത് ആദ്യം കുറച്ച് ഉള്ളി എടുത്ത് ഇടണം. എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ പൊട്ടിത്തെറിക്കില്ല, എന്നാലും ഒരു പൊട്ടിത്തെറിക്കൽ വരും. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളിയാണ്. ഇപ്പം പൊട്ടിത്തെറിക്കുന്നുണ്ട്, എന്നാലും കുറച്ചകന്ന് നിന്നില്ല. അപ്പം ഇതൊന്ന് വഴറ്റിയിട്ട് പൊട്ടിച്ചിട്ട്. അപ്പം ഇത് ഇനി അടുത്തത് നമ്മുടെ ഉള്ളി പച്ചമുളകുമാണ്. 2 സവോളയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഒരു 1/4 കിലോ പനീറുണ്ട്. അപ്പോൾ അതിന് വേണ്ടതാണ് 2 സവോള, 1 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഞാൻ വഴറ്റട്ടെ. ഇത് ഉള്ളി നല്ലോണം മൊരിയണം. അതുവരെ നമ്മൾ ഇത് ചെയ്യണം. ഇത് നല്ലോണം വഴന്ന് കിട്ടിയിട്ട് നമുക്ക് മസാലകളെല്ലാം ചേർക്കാൻ പറ്റുള്ളൂ. ഉള്ളി മൂക്കുമ്പോഴേ ഞാൻ ഒരു തക്കാളി അരിഞ്ഞ് അതിൻ്റെ പ്യൂരി എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലടിച്ച് അതിൻ്റെ അരച്ചെടുക്കണം. അതും ചേർക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേറെ സാധനം 1 ടേബിൾ സ്പൂൺ സോസ് വേണം. പിന്നെ നമുക്ക് കാഷ്യനട്ട് വേണം അരച്ച് ചേർക്കാൻ. പിന്നെ നമുക്ക് മുളക് പൊടി വേണം. ഏകദേശം മൊരിഞ്ഞു വരുന്നുണ്ട്, എന്നാലും നല്ലോണം കുറച്ചുകൂടെ മൊരിയണം. ഏകദേശം നന്നായി മൊരിഞ്ഞു വരുന്നുണ്ട്, നല്ല ബ്രൗണിഷ് കളറാകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മുളക് പൊടി 1 ടേബിൾ സ്പൂണ് ചേർക്കണം. ഏകദേശം ഇത് മൂത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ. നമ്മൾ 3 ടീസ്പൂണിന് പകരം ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ഗരം മസാല. 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത് നല്ലോണം ഇത് നല്ലോണം മൂക്കുമ്പോഴത്തേന് ഞാൻ ഒരു ബൗൾ തക്കാളി, ഒന്ന് വെച്ചാൽ ഒരു തക്കാളി അത് ഞാൻ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ടൊമാറ്റോ പ്യൂരി അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. നല്ലോണം പിന്നെ എണ്ണ പിന്നെ ഇതിൻ്റെ വെള്ളം വറ്റണേ. അപ്പോൾ വെള്ളം നമ്മളൊന്ന് ഇതാക്കിയിട്ട് എണ്ണ തെളിയട്ടെ. അല്പം സോസും കൂടെ ഒഴിക്കുക. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ സോസും കൂടെ ഒഴിക്കാവേ. 1 ടേബിൾ സ്പൂൺ, 1 1/2 2 ചേർക്കാം, അവരവരുടെ ഇഷ്ടമാണ്.
ഓക്കെ. എണ്ണ നല്ലോണം ഇതായി മേളിൽ പൊങ്ങി കിടക്കുവാണ്, കണ്ട. അപ്പോൾ ഇനി നമ്മൾ ഇതിന് 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. 2.5 കപ്പ് വെള്ളം എൻ്റെ ഈ കപ്പിനാണ്. മതി. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ പനീർ കട്ട് ചെയ്യും. പനീർ ഒന്ന് കട്ട് ചെയ്തോട്ടെ. പനീറാണേ, ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇത് ഒരു 1/4 കിലോ പനീറാണ്. 1/4 കിലോയാണ്. ഇനി ഞാൻ ഇത് നല്ലപോലെ ഇതായി കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പനീർ ഇടുകയാണ്. ഓക്കെ, സൈസ് പനീറിട്ട് അതൊന്നായി വരുമ്പോഴത്തേനും അടുത്തത് കാഷ്യൂനട്ട് നമ്മൾ നല്ലോണം അരച്ച് ചേർക്കണം. ഇനി നമ്മൾ ഇത് കാഷ്യൂനട്ട് അരച്ച പേസ്റ്റ് നമ്മൾ ചേർക്കുകയാണ്. ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് നമ്മൾ ഇളക്കി ഇത്തിരി ഉപ്പ് ചേർക്കും. ഇതിൽ ഞാൻ നല്ല ജീരകം പൊടിച്ചതാണ്. നല്ല ജീരകമാണ് ഇതിൻ്റെ ഏറ്റവും ഫ്ലേവറായിട്ടുള്ള കാര്യം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മുടെ പുതിൻഹാര, കുറച്ച് പുതിൻഹാര ഇടാം. കുറച്ച് പുതിൻഹാര, നമ്മൾ കസ്തൂരിയുടെ ഇല അത് ഇച്ചിരി ഇതാക്കി ഇട്ടാലുണ്ടല്ലോ അതിൻ്റെ മണവും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ്. മല്ലിയില, പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ലാസ്റ്റിൽ കുറച്ച്, എല്ലാം ആയി. ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ലാസ്റ്റിൽ കുറച്ച് ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഞാനത് ഒരു കണക്കിന് ഞാൻ ഇട്ടതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റിൽ ഒരു ബട്ടറും കൂടെ ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. ഇനി നമുക്ക് ബൗളിലേക്ക് പകരാം. അതാണ് എൻ്റെ കുട്ടികൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുവാണ്. മതി മതി മതി. എൻ്റെ പനീർ ബട്ടർ മസാല റെഡിയായി. ഓക്കെ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.